ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിഷ്ണുവിനെ കാണാനായി പോകുന്ന നിത്യയാണ്. പിന്നീട് കാണിക്കുന്നത് ശിവാനന്ദൻ വിളിച്ചത് പ്രകാരം രഘുവും സുജാതയും അവരുടെ അടുത്തേക്ക് ചെല്ലുന്നതാണ്. ഏട്ടന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കാരെങ്കിലും സംശയമുണ്ടോ എന്ന് ശിവാനന്ദൻ ചോദിക്കുമ്പോൾ അതെന്താ ഇപ്പോ ശിവാനന്ദൻ അങ്ങനെ പറയുന്നതെന്ന് സുജാത ചോദിക്കുന്നു. എന്നാലേ ഞങ്ങൾക്ക് സംശയമുണ്ട്, ഞങ്ങൾക്ക് ജീവനെ തന്നെയാ സംശയമെന്ന് ശിവാനന്ദൻ പറയുമ്പോൾ അവന് ചെറിയ മാനസിക പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾ ഇങ്ങനെയൊന്നും പറയരുതെന്ന് രഘു പറയുന്നു. ഞങ്ങൾ പറയുന്നതല്ല, ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെന്ന് പറഞ്ഞ് ശിവാനന്ദൻ്റെ മകൻ ഹിറ്റിൻ്റെ ബോട്ടിലെടുത്ത് കാണിക്കുകയാണ്. സുജാതേച്ചിയല്ലേ പറയുന്നത് എപ്പോഴും ഏട്ടൻ്റെ മുറിയിൽ ശ്രദ്ധിക്കാറുണ്ടെന്ന്. എന്നിട്ട് ഏട്ടൻ്റെ മുറിയുടെ കട്ടിലിൻ്റെ അടിയിൽ നിന്നാണ് ഞങ്ങൾക്കിത് കിട്ടിയത്. ഇതവിടെ ഇരിക്കുന്നത് സുജാതേച്ചി കണ്ടിരുന്നോ? പ്രായമായവരുടെയും കുട്ടികളുടെയും മുറിയിൽ ഇതൊന്നും വെക്കാൻ പാടില്ലെന്നല്ലേ പറയുന്നത് എന്നൊക്കെ ശിവാനന്ദൻ ചോദിക്കുമ്പോൾ ഉത്തരമില്ലാതെ നിൽക്കുകയാണ് സുജാതയും രഘുവും. ഏട്ടൻ്റെ ബോഡി കത്തിക്കുന്നതിന് മുമ്പ് പോസ്റ്റ്മോർട്ടം ചെയ്യണമായിരുന്നു, ഞങ്ങൾക്ക് ഇനി അതിന് സാധിക്കില്ലല്ലോ എന്ന് ശിവാനന്ദൻ പറയുമ്പോൾ ശിവാനന്ദൻ്റെ മകൻ പറയുകയാണ്, ഞങ്ങൾ എന്താണെങ്കിലും ഞങ്ങളുടെ രീതിയിൽ അന്വേഷിക്കും. ഇതിൽ ജീവേട്ടൻ എന്തെങ്കിലും പങ്കുണ്ടെന്നറിഞ്ഞാൽ ഞങ്ങൾ എന്താണെങ്കിലും വെറുതെ വിടാനേ പോകുന്നില്ല. ഇതൊക്കെ കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് രഘുവും സുജാതയും. ഞങ്ങളുടെ മകന് നിങ്ങൾ ഒരവസരം കൂടി കൊടുക്കണം, ഞങ്ങൾ അവനെ ഒന്ന് ഡോക്ടറെ കാണിച്ചോട്ടെ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് സുജാത പറയുമ്പോൾ ശിവാനന്ദൻ പറയുകയാണ്, സുജാതച്ചിയുടെ ഈ കണ്ണീരിന് മുമ്പിലാണ് എപ്പോഴും ഞങ്ങൾ നിന്നു പോകുന്നത്. പക്ഷേ ജീവനാണ് എൻ്റെ ഏട്ടൻ്റെ കൊലയാളിയെന്നെങ്ങാനും തെളിഞ്ഞാലേ അവനെ ഞാൻ തീർത്ത് കളയുമെന്ന് ദേഷ്യത്തോടെ ശിവാനന്ദൻ പറയുന്നു. ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് രഘുവും സുജാതയും. പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവിനെ കാണാനായി ചെല്ലുന്ന നിത്യയാണ്. ഇതിനോടൊപ്പം സാറയും ഉണ്ടായിരുന്നു. സാറ വിഷ്ണുവിനോട് പറയുകയാണ്, ജ്യോതി ഉപദ്രവിക്കുന്നത് നീയാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. സാറേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ നിന്റെ കയ്യിലെ കടിയുടെ പാട് തന്നെയാ കാരണം. തുടർന്ന് നിത്യ പറയുകയാണ്, എൻ്റെ ഭർത്താവ് അതായത് ജ്യോതിയുടെ ഏട്ടൻ്റെ സ്വഭാവം നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. ഈ കാര്യമെങ്ങാനും അദ്ദേഹം അറിഞ്ഞാലേ നിന്നെ വെറുതെ വെച്ചേക്കില്ല. മോനെ, നിന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റു പറ്റിയതാണെങ്കിൽ ഇനി അത് ആവർത്തിക്കില്ലെന്ന് പറഞ്ഞ് നീ ഞങ്ങൾക്ക് സത്യം ചെയ്തു തന്നാൽ മാത്രം മതി. എടാ, അവളൊരു പാവമാ, മനുവിനെ സ്നേഹിച്ചു എന്നൊരു തെറ്റു മാത്രമേ അവൾ ചെയ്തിട്ടുള്ളെന്ന് നിത്യ പറയുമ്പോൾ അത് തന്നെയാ ഇവന്റെ പ്രശ്നവും, ഇവനും അവളെ ഇഷ്ടമായിരുന്നെന്ന് സാറ പറയുന്നു. തുടർന്ന് വിഷ്ണുവിന്റെ കയ്യിൽ പിടിച്ച് സത്യം ചെയ്ത് വാങ്ങിക്കുകയാണ് നിത്യ. അതേസമയം ഇതെല്ലാം ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയാണ് ജീവൻ. പിന്നീട് കാണിക്കുന്നത് നിത്യ തിരികെ വീട്ടിലേക്ക് വരുന്നതാണ്. നിത്യ അകത്തേക്ക് കയറിയെന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ ബാൽക്കണിയിൽ നിൽക്കുന്ന ജീവൻ ചാടി താഴേക്കിറങ്ങി വിഷ്ണുവിൻ്റെ അടുത്തേക്ക് പാഞ്ഞു ചെല്ലുകയാണ്. നീയും നിത്യയുമായിട്ട് എന്താ ബന്ധം? സത്യം പറഞ്ഞാൽ നിനക്ക് കൊള്ളാമെന്ന് ജീവൻ പറയുമ്പോൾ നിത്യേച്ചി എന്നെ ഒരു കാമുകനെ പോലെയാണ് കാണുന്നതെന്നും ഞാൻ പലപ്പോഴും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണെന്നും ഒക്കെ തന്നെ വിഷ്ണു കള്ളം പറയുകയാണ്. എന്നാലേ അവൾക്കുള്ളത് ഞാൻ കൊടുത്തോളാമെന്ന് പറഞ്ഞ് ജീവൻ അവിടുന്ന് പോകുമ്പോൾ വിഷ്ണു പറയുകയാണ്, അവരെന്നെ ഉപദേശിക്കാൻ വന്നതല്ലേ, കുറച്ച് കിട്ടട്ടെ അവർക്ക്. പിന്നീട് കാണിക്കുന്നത് ഡോക്ടറിൻ്റെ അടുത്ത് പോയി നടന്ന കാര്യങ്ങളെല്ലാം സംസാരിക്കുന്ന രഘുവിനെയും സുജാതയുമാണ്. ഇങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ ഇനി അയാളെ പൂട്ടിയിടുന്നത് തന്നെയായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ അടുത്ത മരണം സംഭവിക്കുമെന്ന് ഡോക്ടർ പറയുന്നു. ഇതൊക്കെ കേൾക്കുന്ന സുജാത പെട്ടെന്ന് ടെൻഷനോടെ രഘുവിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നിറങ്ങുകയാണ്. പിന്നീട് കാണിക്കുന്നത് ജീവനെയാണ്. ഉറങ്ങുന്ന നിത്യയുടെ അടുത്തേക്ക് ഒരു കത്തിയുമായി ചെല്ലുകയാണ് ജീവൻ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.